നമസ്കാരം ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്യൂട്ടി സ്പോട്ടിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന പട്ടത്തെ ടച്ച് ആൻഡ് ഗ്ലോ മേക്കപ്പ് സ്റ്റുഡിയോയിലാണ്. ടച്ച് ആൻഡ് ഗ്ലോയുടെ ബ്യൂട്ടീഷ്യനും ഓണറുമായ മിസ് മേരി മാം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് മേരി മാമിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം മാം. നമസ്കാരം. ഓക്കെ മാം, നമ്മൾ ഇന്ന് എന്താണ് ബ്യൂട്ടി ടിപ്സ് ബ്യൂട്ടി സ്പോട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊരു മുസ്ലിം ബ്രൈഡിനെയാണ് കാണിക്കുന്നത്. എന്നുവെച്ചാൽ പണ്ടത്തെ കാലമാണെന്ന് വെച്ചാൽ മുസ്ലിംസ് ഒരുങ്ങാനേ വരത്തില്ലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, മേക്ക് ഓവർ അവർ ഒത്തിരി പേർക്കും ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഒരുങ്ങാത്ത ആൾക്കാരൊന്നുമില്ല. പണ്ടാണെന്നുണ്ടെങ്കിൽ ഗ്രാമപ്രദേശത്തിലൊന്നും ഒരുങ്ങത്തില്ലായിരുന്നു, ടൗണിലുള്ളവരൊക്കെ ആയിരിക്കും ഒരുങ്ങുന്നത്. ഇപ്പോഴാണ് അങ്ങനെയൊന്നുമില്ല, എല്ലാ ആൾക്കാരും ഇങ്ങനെ ഒരുങ്ങാറുണ്ട്. പിന്നെ മുൻപേ ഒരു 2000 കാലഘട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം ബ്രൈഡ്സിനെ ഒരുക്കാൻ പോണ സമയമാണെന്നുണ്ടെങ്കിൽ അവർ ഒത്തിരി നെറ്റൊക്കെ ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കാൻ പറയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഏറ്റവും നല്ല ട്രെൻഡി ആയിട്ട് നല്ല ഭംഗിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഹെവി മേക്കപ്പ് ആയാൽ പോലും ഒരു കുഴപ്പമില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ മുസ്ലിം ബ്രൈഡിനെ സുന്ദരിയാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ എപ്പോഴും മുഖം ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും വെറ്റ് ടിഷ്യൂ വെച്ചിട്ടാണ് ഇപ്പോൾ ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അത് ഡേർട്ടെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഈ ഇത് ബ്രൈഡൽ മേക്കപ്പ് അല്ലേ? മുസ്ലിം ബ്രൈഡ് മേക്കപ്പ് അല്ലേ? അന്നത്തെ ദിവസത്തേക്കുള്ള മേക്കപ്പാണ്, വെഡിങ് ഡേ മേക്കപ്പ്. വെഡിങ് ഡേ മുൻപൊക്കെ സാരിയൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ കൂടുതൽ ലെഹങ്കയാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും നല്ല ഹെവി ആയിട്ടുള്ള ലെഹങ്ക യൂസ് ചെയ്യും. ഇപ്പോൾ സ്കിന്ന് കുറച്ച് ഓയിലിയാണ്, അപ്പോൾ അത് കാരണം മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല. നേരെ ഹെവി മേക്കപ്പ് അല്ലേ യൂസ് ചെയ്യുന്നത്? ഹെവി മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ പ്രൈമറാണ് ഫസ്റ്റ്. ഇപ്പോഴത്തെ ആക്ച്വലി മുസ്ലിം ബ്രൈഡിൽ ട്രെൻഡിങ് എന്താണ്? ഇപ്പോൾ ലെഹങ്ക ആണെന്ന് മാം പറഞ്ഞായിരുന്നു. ഇപ്പോൾ ലെഹങ്ക ആണെങ്കിലും സാരി ആണെങ്കിലും കൂടുതലും അവർ എങ്ങനത്തെ മേക്കപ്പാണ്? ലെഹങ്കയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മുൻപൊക്കെ ആണെങ്കിൽ സാരി ഉടുത്ത് മുല്ലപ്പൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. അവർക്ക് ഏറ്റവും നല്ല ഭംഗിയായിരിക്കണം എന്നൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പ്രൈമർ ഇട്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം മേക്കപ്പ് തുടങ്ങാനായിട്ട്. ഈ ഫേസിലാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കൺസീലർ അപ്ലൈ ചെയ്യുകയാണ്. ഫൗണ്ടേഷൻ മുമ്പായിട്ട് ഫുള്ളി ചെയ്യാം. ഹെവി മേക്കപ്പ് ആയതുകൊണ്ടാണോ അതോ ഫേസിന്റെ പ്രത്യേകത കൊണ്ടാണോ ചെയ്യുന്നത്? ഇതാ ഫേസിന്റെ പ്രത്യേകത കൊണ്ടാണ്. ചില സ്കിന്നാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലവും എല്ലാ ഭാഗവും ഈവനായിട്ട് കിട്ടും മേക്കപ്പ് ചെയ്യുമ്പോഴേ. ഡാർക്ക് സർക്കിൾസ് ആക്ച്വലി കുറവാണെന്ന് തോന്നുന്നു അല്ലേ ഫേസിൽ? കണ്ണിൻ്റെ അടിയിൽ അധികം ഡാർക്ക് സർക്കിൾസ് ഇല്ല. പൊതുവേല ഒന്ന് കൺസീലർ യൂസ് ചെയ്താൽ കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് കിട്ടുമെന്നതല്ലാതെ സ്കിൻ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും. ഈ റിസപ്ഷന് മേക്കപ്പ് ചെയ്തിട്ട് ഓവർ ഹെവി മേക്കപ്പ് ആകുമ്പോഴത്തേക്കും പിന്നെ പിറ്റേന്ന് ഫേസ് ഡള്ളാവാൻ ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത്രയ്ക്ക് ഹെവി മേക്കപ്പ് ചെയ്യത്തില്ല. തലേന്നുള്ളതല്ലേ? ഭയങ്കരമായിട്ട് ഹെവി മേക്കപ്പ് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ അത്രയ്ക്കും ഒരു ഹെവി മേക്കപ്പ് അത്രയ്ക്കും വന്നിട്ടില്ല. ഇപ്പം നോർത്ത് ഇന്ത്യൻസൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഹെവി ആയിരിക്കും. എന്നാലും ഞാൻ ഒരു പരിധി വരെ ഹെവി മേക്കപ്പ് ചെയ്യാറുള്ളൂ. മാമിൻ്റെ എന്താണ് സ്പെഷ്യാലിറ്റി? ലൈക്ക് ഫോർ ബ്രൈഡ്സിന് എന്താണ് മാം കൂടുതലും പ്രിഫർ ചെയ്യുന്നത്? HD മേക്കപ്പ് മാം പറഞ്ഞായിരുന്നു. അതല്ലാതെ എന്താണ് കൂടുതലും മാം പ്രൊമോട്ട് ചെയ്യുന്നത്? എയർ ബ്രഷ് മേക്കപ്പ് മേക്കപ്പാണ്. അതും സ്റ്റേ ചെയ്യുന്നതാണോ? എയർ ബ്രഷ് നന്നായിട്ട് ഇത് സ്റ്റേ ചെയ്യും. പിന്നെ അത് കൂടാതെ അത് നല്ല പെർഫെക്ഷൻ കിട്ടും ആ വാക്ക്. നമ്മളിപ്പോൾ ചെയ്യുന്ന HD ആണോ? HD മേക്കപ്പാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ടൈം കുറവായതുകൊണ്ട് ഇപ്പം ഈ പ്രോഗ്രാമിന് കുറച്ച് ടൈമല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ ടൈമിന് വെച്ചിട്ടുള്ളത് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഈ കൺസീലർ ആക്ച്വലി നമുക്ക് ഫൗണ്ടേഷൻ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അല്ലേ? ചില ടൈമിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കൺസീലർ മാത്രം ഉപയോഗിച്ചാൽ പോലും ഫേസ് നന്നായിട്ടിരിക്കും അല്ലേ? അതെ, ഒന്ന് നല്ല കവറായി വരും. ആക്ച്വലി ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ കളറ് സെലക്ട് ചെയ്യണം കൺസീലർ. പിന്നെ ബ്രാൻഡ്, നമ്മൾ കുറഞ്ഞ ബ്രാൻഡുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മേക്കപ്പ് ഇങ്ങനെ ഉപയോഗിച്ചത് ഒരു പെയിൻ്റ് അടിച്ച ഒരു ലുക്കായിരിക്കും. നമ്മുടെ സ്കിന്നിനുമായിട്ട് അത് ബ്ലെൻഡായി പോകുന്നു. ഇതൊരു മേക്കപ്പ് അധികമായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നൊരു ലെവലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ
യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നന്നായിരിക്കണം, ആ കളറും എല്ലാം കറക്റ്റായിരിക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ട്രയൽ നോക്കിയിട്ടാണ് ബ്രൈഡ്സിന് മേക്കപ്പ് ചെയ്യുന്നതെന്ന്. അത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണഗതി ഒറ്റ ദിവസം ഒരു ബിഗ് ഡേ ആണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറയുന്നത്. അപ്പം ട്രയൽ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും സജഷൻ മാം പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ലത്. കാരണം എങ്ങനെ ഇരിക്കും നമ്മൾ കല്യാണത്തിന് കാണാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ എപ്പോഴും നല്ലതായിരിക്കും. കാരണം അന്ന് പെട്ടെന്നൊരു ദിവസം മേക്കപ്പ് ചെയ്ത് മുഖത്ത് നോക്കുമ്പോഴത്തേക്കും ചിലപ്പം പെയിൻ്റ് അടിച്ച പോലെ അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പം ഒരു ട്രയൽ എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് മാം പറയുന്നത്. സോ അത് ഫോളോ ചെയ്യാൻ നോക്കുക. ഈ ട്രയൽ ചെയ്യുമ്പം കൂടിയും നമുക്ക് നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന രീതിയിലുള്ള കൺസീലർ ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ മാം? അതെ, ഒത്തിരി പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഇപ്പം ചെന്നൈ ആയാലും ബാംഗ്ലൂർ ആയാലും. അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് നമ്മൾ പരിചയം കാണത്തില്ല. അപ്പോൾ ഇവർ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് അവർക്കും ഒരു അറിയത്തില്ല. കാരണം പിന്നെ അവർ ട്രയൽ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ട്രയൽ കാണുമ്പോഴത്തേക്ക് ട്രയൽ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. നമ്മൾ എങ്ങനെയായിരിക്കും കാണാനിരിക്കുന്നത്, ലൈക്ക് നമ്മുടെ ആ ഒരു ബിഗ് ഡേയിൽ എങ്ങനെ ഇരിക്കും നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതെന്താ മാം? അത് ഫൗണ്ടേഷൻ ആണ്. ഇത് ക്രീമി ഫൗണ്ടേഷനാണ്. ഇത് ഓയിലി ഫീൽ അല്ലല്ലോ അല്ലേ? ക്രീമി ആകുമ്പോഴത്തേക്കും ഓയിലി ഫീൽ ഉണ്ടാവത്തില്ലല്ലോ. ഇല്ലല്ല, ഇതൊരു 12 hours ഇരിക്കും ഈ മേക്കപ്പ്. ഇതിപ്പം ക്രീമി മേക്കപ്പ് ആകുമ്പോഴത്തേക്ക് ഓയിലി സ്കിൻ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഐ മീൻ ഫേസ് ഓയിലി ആയിട്ട് തോന്നിക്കുമോ? അതോ ഇപ്പം നമ്മൾ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യും, ഈ ഓയിൽ പുറത്തേക്ക് വരാതിരിക്കാനും മറ്റുമൊക്കെ. അപ്പം പിന്നീട് അത് കല്യാണം കഴിഞ്ഞ് ഒരു 12 hours അത് അനങ്ങത്തില്ല. പിന്നെ നമ്മളത് വന്നതിന് ശേഷം മേക്കപ്പ് റിമൂവ് ചെയ്താൽ മാത്രമേ അത് മാറത്തുള്ളൂ. ഈ ക്രീമി ഫൗണ്ടേഷനും നോർമൽ ഫൗണ്ടേഷനും ഇപ്പം നേരത്തെ മാം ചെയ്തത് നോർമൽ ഫൗണ്ടേഷൻ ആയിരുന്നല്ലോ. അപ്പം അതെന്താണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്? ക്രീമി ആകുമ്പം കുറച്ചുകൂടി നമ്മൾ എനിക്ക് തോന്നുന്നു അതിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ തിക്കായിരിക്കും, പിന്നെ ലാസ്റ്റിംഗ് ആയിരിക്കും. ഫൗണ്ടേഷൻ ആകുമ്പോൾ നമുക്ക് നോർമലി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണല്ലോ. ഇപ്പം നമുക്ക് തന്നെ വീട്ടിൽ മേടിച്ചിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തന്നെ പല പല നല്ല ബ്രാൻഡുകളുണ്ട്, പക്ഷെ കുറച്ച് നല്ല കോസ്റ്റ്ലി ആയിരിക്കും ക്രീമി ഫൗണ്ടേഷൻ. അതെ, പിന്നെ നല്ല കവറിങ് ആണ്. ഇപ്പോൾ പാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്രീമി ഫൗണ്ടേഷൻ. അതെ. നെക്സ്റ്റ് ഇനി ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ക്രീമി ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലൂസ് പൗഡർ. ലൂസ് പൗഡറും ട്രെൻഡാണ്. നേരത്തൊക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻ പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു പൗഡറല്ല യൂസ് ചെയ്തിട്ടുള്ളത്. അത് ലൂസ് പൗഡർ തന്നെ പലതരത്തിൽ പൗഡർ കിട്ടാറുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ പറയാറില്ല ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുക. ഇത് HD ലൂസ് പൗഡർ. അതെ, ഫേസ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടല്ലേ? മേക്കപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പം കോണ്ടൂർ ചെയ്യാണ്. ഈ നോസ് കട്ട് ചെയ്യുന്നത് നോസിന്റെ ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ്, അതോ ഫേസിന്? നോസ് കുറച്ചുകൂടി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പതിഞ്ഞൊക്കെ ഇരിക്കുന്ന മുക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നീളമുള്ളതിന് വേണമെന്നില്ല. അപ്പോൾ അത് കുറച്ചും കൂടി നല്ല ഷേപ്പായിരിക്കും. ഈ ഭാഗം കവിള് കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ്, ഈ ഫേസിൽ ചെറുതായിട്ട് മതി. എല്ലാ മേക്കപ്പിനും ഐ ഷാഡോ ബേസും ഇട്ട് തന്നെ അപ്പോൾ സ്റ്റേ ചെയ്യാൻ കുറച്ചുകൂടെ നല്ലതായിട്ടുണ്ട്. എന്നാലേ അതിൻ്റെ ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ലൈൻസ് കാണും. ഇവിടെ സ്കിന്ന് ഫെയർ ആയതുകൊണ്ട് അത്ര പ്രോബ്ലം ഇല്ല. കുറച്ച് ഡാർക്ക് സ്കിന്ന് വരുമ്പോഴാണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഡ്രസ്സിൻ്റെ മാച്ച് ആയിട്ടുണ്ട്. മിക്സഡ് അല്ല, സിംഗിൾ ഷെയ്ഡല്ലേ? സിംഗിൾ ഷെയ്ഡായത്. മുസ്ലിം ബ്രൈഡിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് പറയുന്നത് എന്ത് ടൈപ്പ് ഫേസ് മേക്കപ്പാണ് പറയുന്നത്? മുസ്ലിം ബ്രൈഡ്സിന് ഒരു കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. എന്നാലും ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും മുസ്ലിംസിന് വേണ്ടിയിട്ട്? ഗേൾസിന് എപ്പോഴും നന്നായിട്ട് ഒരുങ്ങണമായിരിക്കും. പിന്നെ പേരൻസ് കുറച്ച്
വന്ന് പറയാറുണ്ട് ചില അകത്തോട്ടൊക്കെ അല്ല കുറച്ച് അകത്തോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് മേക്കപ്പ് മതി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പം കുറവാണ് അങ്ങനെ പറയുന്നത്. പണ്ട് എപ്പോഴും പറയുമായിരുന്നു ഹൈലൈറ്റും കൂടി ചെയ്യാം. ഈ ഡാർക്ക് കളർ ഡ്രസ്, ഇപ്പം ലൈറ്റ് ഡ്രസ് ആകുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമ്മൾ ഐ ഷാഡോസ് എല്ലാം ലൈറ്റ് കളർ ഷെയ്ഡ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഡാർക്ക് കളർ ഡ്രസ് ലൈക്ക് കൂടുതലും ഈ റെഡ് കളേഴ്സ് അല്ലെങ്കിൽ മെറൂൺ കളർ സാരീസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാരി എടുക്കുമ്പോഴത്തേക്ക് എന്ത് കളർ ഐ ഷാഡോ ആയിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇരിക്കുന്നത്? സ്കിൻ ടോൺ ഒന്നാമത് നോക്കണം. ഭയങ്കര ഡാർക്ക് സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയത് തന്നെ ആയിരിക്കണം നല്ലത്. ഗ്രീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിങ്കിഷിൽ ഒരുവിധം എല്ലാവർക്കും ചേർന്ന് പോകുന്ന ഷെയ്ഡാണ്. പിന്നെ ഗോൾഡൻ ഷെയ്ഡ് മിക്സ് ചെയ്ത് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ കൂടുതലും ഐബ്രോ പൗഡറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ പിരികത്തിന് വേണ്ടിയിട്ട്? കുറേ ടൈപ്പ് ഉണ്ട്. ഇപ്പം ഐബ്രോസ് ചെയ്യാനായിട്ട് പൗഡർ യൂസ് ചെയ്യാം, ലിക്വിഡ് ഒരു ടൈപ്പ് ഉണ്ട്. പെൻസില് കുറച്ച് ഭയങ്കരമായിട്ട് ഡാർക്കാകും. പിന്നെ പീല് ചെയ്യുന്ന ഒരു ടൈപ്പ് ഉണ്ട്. ഒരു ബ്രൈഡ് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സും ഓർണമെൻറ്റ്സും പിന്നെ എല്ലാം നല്ലതായിരിക്കണം. ചിലപ്പോൾ കുട്ടികൾക്ക് ഓർണമെൻറ്റ്സൊക്കെ ഭയങ്കര നല്ലതായിട്ടുള്ള പുതിയ ട്രെൻഡായിരിക്കും താല്പര്യം. പക്ഷെ അവർ നേരത്തെയൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്ന കാരണം അത് വീട്ടുകാർക്ക് അത് മാറ്റി ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. പക്ഷേ കുറേ അധികം ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഓർണമെന്റ്സ്, ലിപ്പ് ലൈൻ ഇപ്പം നമ്മൾ ഈ ഡ്രസ്സിൻ്റെ തന്നെ മാച്ച് ഏകദേശം കളറാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് കഴിഞ്ഞാണ് മാം ഏകദേശം. നേരത്തെ നമ്മളെന്താ ലിപ്സും കഴിഞ്ഞല്ലേ? ഇനി ഐ മേക്കപ്പ്. നമ്മൾ ഈ ആദ്യം ഐ പെൻസിൽ കൊണ്ട് യൂസ് ചെയ്തിട്ട് പിന്നെ ഐലൈനർ എഴുതുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോ യൂഷ്വൽ ഐലൈനർ തന്നെ യൂസ് ചെയ്താൽ മതി? ഇങ്ങനെ കുറച്ചുകൂടെ ഭംഗിക്കിരിക്കാൻ പറ്റും? ആദ്യം ഐ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഐലൈനർ അതിൻ്റെ മേലെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ഷൈനിങ്ങും കിട്ടും. മറ്റേത് നല്ല ഇത് കിട്ടും, പക്ഷെ കുറച്ചും കൂടി നല്ല ഷൈനിങ്ങും മറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ പെൻസിൽ യൂസ് ചെയ്തിട്ട് ലൈനർ വരയ്ക്കും. അപ്പം താഴെ ആണെങ്കിലും മുകളിലാണെങ്കിലും അതിൽ താഴെ നമ്മളിപ്പോൾ ജെല്ല് യൂസ് ചെയ്യും. ഐ ജെല്ലും ഐ പെൻസിലും തമ്മിൽ എന്തെങ്കിലും അത് ഒരു ജെൽ ടൈപ്പാണ്. അല്ല, ഐ ജെല്ലും ഉണ്ടാവും, ഐ കാജൽ ടൈപ്പ് ഉണ്ടാവത്തില്ലേ? അപ്പം അത് പലതരത്തിലുള്ള ഐ പെൻസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഏതായിരിക്കും കുറച്ചുകൂടെ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ഏതായിരിക്കും? രണ്ടും ഒരേ പെൻസിലാണോ ജെല്ലാണോ? ജെല്ലാണ് നല്ലത്. പെൻസിൽ യൂസ് ചെയ്തിട്ട് ജെല്ല് യൂസ് ചെയ്യും. പെൻസിൽ യൂസ് ചെയ്തിട്ട് ജെല്ല് യൂസ് ചെയ്യും. അതെ, ഇപ്പോൾ പെൻസിലല്ലേ താഴെ യൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് ഇനി ജെല്ല് യൂസ് ചെയ്യും. പെൻസിൽ മാത്രം യൂസ് ചെയ്യുമ്പം ഇത്ര ഡാർക്ക്നെസ്സും കിട്ടത്തില്ല. പക്ഷെ എപ്പോഴും ഒരു ഫേസിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഐ ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് ഐയാണ് കൂടുതലും ഭംഗി വരുന്നത്. ബ്രൈഡിന് അന്നേ ദിവസം ചെയ്യുമ്പം കുറച്ച് ടൈം എടുക്കും ഐ മേക്കപ്പ് ചെയ്യാൻ. ഇതിപ്പം പെട്ടെന്ന് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആയതുകൊണ്ട്. നമ്മളിപ്പോൾ ഐ മേക്കപ്പ് കഴിയാറായല്ലോ, അല്ലെങ്കിൽ അടുത്ത് മസ്കാര ആയിട്ട് ഫിനിഷ് ആവും അല്ലേ? ഇനി മേക്കപ്പ് ഫിക്സറാണ് ഉപയോഗിക്കുന്നത്. സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേക്കപ്പ് ഫിക്സ് ആയിരിക്കും. ഇത് പിന്നെ ഒന്നും ആകത്തില്ല. ഹെയർ ജസ്റ്റ് ഇപ്പം ഈ ഡ്രസ്സിനോട് മാച്ച് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഹെയർ കേൾ ചെയ്തിട്ട് ചെയ്യുകയാണ്. ഈ നെറ്റിച്ചുട്ടി ആണെങ്കിൽ ഇപ്പോൾ ഒരു മുസ്ലിംസിന് സൈഡിൽ വെക്കുന്നു, അങ്ങനെയും വെക്കുന്നുണ്ട്. ഇപ്പം സെൻറ്ററിലൊന്ന് വെച്ച ശേഷം നമ്മളിത് സൈഡിലും വെക്കും. പിന്നെ സൈഡിൽ ഒരു നെറ്റിച്ചുട്ടി അപ്ലൈ ചെയ്യുകയാണ്, വയ്ക്കുകയാണ്. സാധാരണ ഹിന്ദുസിനോ ഇല്ലാത്ത ഒരിതാണ്, മുസ്ലിംസിലാണ് കൂടുതലും സൈഡ് ചെയ്യുന്നത്. രണ്ട് നെറ്റിച്ചുട്ടിയും യൂസ് ചെയ്യും, ഫ്രണ്ടും യൂസ് ചെയ്യും, സൈഡും യൂസ് ചെയ്യും. ലഹങ്ക ആയത് കാരണം ഒറ്റ മാല ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ.
ഹെയർ ഇങ്ങനെ കോൾ ചെയ്തതാണ് അത്. മേക്കപ്പും ഹെയറും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം അവസാനമായിട്ട് നെറ്റ് വയ്ക്കുകയാണ്. അപ്പം ഈ ഹെയർ സ്റ്റൈൽ ഇപ്പം ബാക്കിൽ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ചൊരു മീഡിയം ലെവലിലാണ് ഹൈ ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നെറ്റ് ഇനിയിപ്പം ക്ലിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ മേക്കപ്പ് എല്ലാം മുഴുവനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഹെയർ ആയാലും ഫേസ് മേക്കപ്പ് ആയാലും നെറ്റും എല്ലാം മുഴുവനായിട്ടും ചെയ്ത് കഴിഞ്ഞു. മാം താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ മുസ്ലിം ബ്രൈഡ് നല്ല ഭംഗി സുന്ദരി കുട്ടിയായിട്ട് വന്നുണ്ട്. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.